ഹലോ സ്റ്റുഡൻസ്, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സെക്കൻഡ് മിഡ് ടേം എക്സാമിൻ്റെ ടൈം ടേബിൾ ലഭിച്ചിരിക്കും. അതിൻ്റെ പോർഷൻ ടീച്ചർ പറയാണ്. ജോഗ്രഫി 4th ലെസൺ, എക്കണോമിക്സ് 2nd ലെസൺ, പൊളിറ്റിക്സ് 2nd 6th ലെസൺ. ഓക്കെ, അപ്പോൾ ടീച്ചർ അത് ഇടും. എങ്കിലും ഞാൻ പറയാണ്. ജോഗ്രഫി 4th ലെസൺ, എക്കണോമിക്സ് 2nd ലെസൺ, പൊളിറ്റിക്സ് 2nd 6th ലെസൺ. 6th ലെസൺ പഠിപ്പിച്ചില്ല, ടീച്ചർ ഇന്ന് മുതൽ പഠിപ്പിച്ച് തുടങ്ങുകയാണ്. അത് അങ്ങനെ 4 ലെസനാണ് നമുക്ക് പോർഷന് നിങ്ങളുടെ സെക്കൻഡ് മിഡ് ടൈം എക്സാമിന് പോർഷനായിട്ട് തന്നിട്ടുള്ളത്. ഓക്കെ, 6th ലെസൺ നമ്മളിൻ്റെ പൊളിറ്റിക്സിലെ 6th ലെസനാണ് പഠിക്കാൻ പോകുന്നത്. ടെസ്റ്റ് നോക്കുക. പേജ് നമ്പർ 72. പേജ് നമ്പർ 72 ലെസൺ ഏതാണ്? പൊളിറ്റിക്കൽ പാർട്ടീസ്. ഓക്കെ, അതിൽ നമുക്ക് അവോയ്ഡ് ലെസൺ നമ്മൾ കണ്ടു. 3, 4, 5 3 ലെസൺ അവോയ്ഡിങ് ലെസൺസ് ആണ്. അതിൽ 6th ഇനി 7th ലെസൺ കൂടെ മാത്രമേ നമുക്ക് പൊളിറ്റിക്സിൽ പഠിക്കാനായിട്ടുള്ളൂ. ബാക്കി ലെസൺസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, വൈ ഡു വി നീഡ് പൊളിറ്റിക്കൽ പാർട്ടീസ്? ലെസൺ 6 പേജ് നമ്പർ 72 പൊളിറ്റിക്സ്. വൈ ഡു വി നീഡ് പൊളിറ്റിക്കൽ പാർട്ടീസ്? ഇതൊക്കെ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസണാണ്. അതായത് ഒത്തിരി ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ഇതിൽ നിന്ന് ചോദിക്കും. 2-3 ലെസൺസ് ഒക്കെ അവോയ്ഡിങ് ആയത് കാരണം ഇതിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻ ആൻസറെല്ലാം ടീച്ചർ പറഞ്ഞു തരാം. എല്ലാ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അറിയാം 10ാം ക്ലാസ്സിൽ നമുക്ക് അവോയ്ഡിങ് എന്ന് പറയാനായിട്ട് ഒരു ക്വസ്റ്റ്യനും ഇല്ല. നിങ്ങൾ ഇടയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ എല്ലാ ക്വസ്റ്റ്യൻ നമ്മൾ കമ്പൾസറി എവിടെ കൂടി ചോദിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് കാരണം എല്ലാ ക്വസ്റ്റ്യനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. അല്ലാതെ ഇത് പഠിച്ചാലേ പറ്റുള്ളൂ, അത് പഠിച്ചാൽ അങ്ങനെയല്ല. എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും നിങ്ങൾ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതാണെന്നുള്ള ഒന്ന് പറഞ്ഞു പോകണമെന്ന് പറഞ്ഞാൽ അത് പറയാൻ പറ്റത്തില്ല. കാരണം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ എല്ലാ ക്വസ്റ്റ്യനും നന്നായിട്ട് പഠിക്കുകയും വേണം, നന്നായിട്ട് തറവാകുകയും വേണം. അല്ലാതെ ടീച്ചർ പറയും ഇന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കണം, മറ്റു ക്വസ്റ്റ്യൻ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് മാത്രമേ പഠിക്കത്തുള്ളൂ. പക്ഷെ അത് ചോദിക്കത്തില്ല, അടുത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ തന്നെ ടീച്ചറിനെ പറയും ടീച്ചറല്ലേ പറഞ്ഞത് അത് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന്. അപ്പോൾ അത് കാരണം എല്ലാ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. ഓക്കെ, നോക്കാം. വൈ ഡു വി നീഡ് പൊളിറ്റിക്കൽ പാർട്ടീസ്? Political parties are easily one of the most visible institutions in a democracy. So, without political parties in a democratic form of government will not exist. Because എന്തുകൊണ്ടായിരിക്കാം പൊളിറ്റിക്കൽ പാർട്ടീസ് ഇല്ലെങ്കിൽ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ്. ഓക്കെ, ഫോർ മോസ്റ്റ് ഓർഡിനറി സിറ്റിസൺ ഡെമോക്രസി ഈസ് ഈക്വൽ ടു പൊളിറ്റിക്കൽ പാർട്ടീസ്. സോ മോസ്റ്റ് ഓഫ് us we don't know anything about the constitution or like that, but something know about the political parties. നമുക്ക് വേറെ ഒരു കാര്യത്തെക്കുറിച്ച് രാജ്യത്തിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല എങ്കിലും we know something about the political parties. Ordinary people know something about the political parties. If you travel to remote parts of our country and speak to the less educated citizen, you could come across people who may not know anything about the constitution or about the nature of our government, but chances are that they would know something about our political parties. So we visit remote areas. People did not people are uneducated, അവർക്കൊന്നും അറിയത്തില്ല. only they know to speak. എന്തെങ്കിലും പറയുന്നതിന് വേണ്ടി മാത്രമേ അറിയൂ. they did not know anything, and also they did not go to school, but they know something about the political parties. At the same time, this visibility does not mean popularity. Most people tend to be very critical of political parties. They tend to blame parties for all that is wrong with our democracy and our political life. Parties have become identified with the social and political divisions. സോ പൊളിറ്റിക്കൽ പാർട്ടീസ് നമുക്കറിയാം. ഇന്നത്തെ നമ്മൾ കഴിഞ്ഞ ഏതോ ഒരു ലെസണിൽ പഠിച്ചതാണ്. ഇന്ത്യ ഫോളോ മൾട്ടി പാർട്ടി സിസ്റ്റം. ഓക്കെ, മൾട്ടി പാർട്ടി സിസ്റ്റമാണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. 1 പാർട്ടി സിസ്റ്റം, 2 പാർട്ടി സിസ്റ്റം, മൾട്ടി പാർട്ടി സിസ്റ്റം. 1 പാർട്ടി സിസ്റ്റം ഏതാണ്? ചൈന. ദെൻ 2 പാർട്ടി സിസ്റ്റം അമേരിക്ക. മൾട്ടി പാർട്ടി സിസ്റ്റം ഇന്ത്യ. 2-ൽ കൂടുതൽ പാർട്ടികൾ കോൺടെസ്റ്റ് ചെയ്യും. നമുക്കറിയാം എന്തുമാത്രം പൊളിറ്റിക്കൽ പാർട്ടീസ് ഇന്ന് ഇന്ത്യയിലുള്ളത്. ഓരോ സ്റ്റേറ്റിനും അതിൻ്റേതായിട്ടുള്ള ഒത്തിരിയധികം 100 പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ടായിരിക്കും. ഓക്കെ, therefore it is natural to ask
Do we need political parties at all? About 100 years ago, there were few countries of the world that had any political parties. Before 100 years, only few countries have political parties. നമ്മൾ കുറച്ച് രാജ്യങ്ങൾ മാത്രമേ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉള്ളൂ. ബട്ട് നൗ there are few that do not have parties. അപ്പോൾ പക്ഷേ ഇന്ന് എടുക്കുകയാണെങ്കിൽ അതിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇല്ലാത്ത കൺട്രീസ് വളരെ ചുരുക്കമായിരിക്കും. Why did political parties become so omnipresent in a democracy all over the world? Let us first answer what political parties are and what they do before we say why do we need them. Okay. So we are going to study about what is the meaning of political parties. ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇത്, പഠിച്ചോളണം. What is the meaning of political parties? A political party is a group of people who come together to contest election and hold power in the government. അണ്ടർലൈൻ ചെയ്യുക. വാട്ട് ഈസ് എ പൊളിറ്റിക്കൽ പാർട്ടി, അതിൻ്റെ മീനിങ് ആണ്. ഇത് ഒരു മാർക്കിന് ചോദിക്കാം. ദെൻ വാട്ട് ഈസ് എ പൊളിറ്റിക്കൽ പാർട്ടി? എ പൊളിറ്റിക്കൽ പാർട്ടി ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ who come together to contest elections and hold power in the government. They agree on some policies and programs for the society with a view to promote the collective goods. അപ്പോൾ ഇവർ ഇലക്ഷൻ ടൈം ആകുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മുടെ ഇലക്ഷൻ ടൈം ആകുമ്പോൾ പാർട്ടിയിൽ അല്ലെങ്കിൽ കണ്ടസ്റ്റ് ചെയ്യുന്ന വ്യക്തികൾ, ഇലക്ഷൻ നിൽക്കുന്ന വ്യക്തികൾ എന്ത് ചെയ്യും, നമ്മുടെ വീട്ടിൽ നിന്ന് കുറേ വാഗ്ദാനങ്ങൾ തരും. ഞങ്ങളെ ജയിപ്പിക്കുകയാണെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാം, റോഡ് വികസനം, മറ്റു വികസനം, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് പോകും. ഓക്കെ. ദേ എഗ്രി ടു ഓൺ സം പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഫോർ ദ സൊസൈറ്റി വിത്ത് എ വ്യൂ ടു പ്രൊമോട്ട് ദ കളക്റ്റീവ് ഗുഡ്സ്. എന്തിനാ കളക്റ്റീവ് ഗുഡ്സ്? എല്ലാവർക്കും നന്മയ്ക്ക് വേണ്ടിയാണ് ദേ ആർ contesting election and come in power. Since there can be different views on what is good for all, parties try to persuade people why their policies are better than others. Then they seek to implement these policies by winning popular support through elections. അപ്പോൾ ഇവർ പറയുന്ന ഈ വാഗ്ദാനങ്ങൾ അവർ ജയിക്കുമ്പോൾ എന്ത് ചെയ്യും, നടപ്പിലാക്കും എന്നുള്ള പ്രത്യാശയിലാണ് ഇവർക്ക് എന്ത് ചെയ്യുന്നത്. They contest in election and they hold power in the government. But ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ, എങ്ങനെയെങ്കിലും ഒന്ന് MLA MP ആകണം, അത് മാത്രമേ ഉള്ളൂ ഇവരുടെ ആഗ്രഹം. അത് കഴിഞ്ഞാൽ they forgot the will and wish of the people. They always tend to their own will and wish. അവരുടെ will and wish അനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നു. They did not bother about the common people. Okay. Thus parties reflect fundamental political divisions in a society. Parties are about a part of the society and thus involve partnership. Thus a party is known by which party stand for, which policies it supports and whose interest is upheld. A political party has three components. അടുത്ത് വരുന്ന ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ വേണമെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം, റൈറ്റ് ദ മീനിങ് ഓഫ് 3 മാർക്കിന് വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, discuss the meaning of political parties and write the components of political parties. There are 3 components. ഏതൊക്കെയാണ്? The leaders, the active members and the followers. 3 components of a political parties are the leaders. Political parties ആര് വേണം? ലീഡേഴ്സ് വേണം. The active members, ഇതിൽ പ്രവർത്തിക്കാനായിട്ട് active members വേണം. Also the followers. Okay. So there are 3 components of a political party. Which are they? The leaders, the active members and also the followers. What is the meaning of political party? A political party is a group of people who come together to contest election and hold power in the government. Okay. അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. അടുത്ത് വരുന്ന 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. Then what are the functions of political parties? Discuss the functions of political parties. നോക്കാം. What does a political party do? Basically, political parties fill political offices and exercise political power. Parties do so by performing a series of functions. Question idana, discuss the functions of political parties. First one, parties contest election. നിങ്ങൾ ഈ പോയിന്റ് മാത്രം ഡാർക്കൺ ചെയ്തിരിക്കുന്ന പോയിന്റ് മാത്രം എഴുതുകയാണെങ്കിൽ 5 മാർക്കിന് 2.5 മാർക്ക് കിട്ടത്തുള്ളൂ. ആ 2-3 സെൻറ്റൻസ് കൂടെ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതിനനുസരിച്ച് തന്നെ നിങ്ങൾ പഠിച്ചോളണം. ഓക്കെ. Parties contest election. In most democracies, elections are fought mainly among the candidates put up by
political parties. Parties select their candidates in different ways. In some countries such as the USA, members and supporters of a party choose its candidates. Now, more and more countries are following this method. In other countries like India, top party leaders choose candidate from contesting election. So, parties-ന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ദേ contest election. ഇലക്ഷന് നിൽക്കുക, അധികാരത്തിൽ വരിക. That was the only one aim of the political parties. Parties contest in election. Then in most democracies, elections are fought mainly among the candidates put up by political parties. In America, members are and supporters of a party choose its candidates. അപ്പോൾ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന മെമ്പേഴ്സിനെയാണ് അവർ ഇലക്ഷന് നിൽക്കുന്നത്. ബട്ട് ഇൻ ഇന്ത്യയിലാണെങ്കിലോ ടോപ്പ് പാർട്ടി ലീഡേഴ്സ് ചൂസ് കാൻഡിഡേറ്റ്സ്. ഇമ്പോർട്ടൻ്റ് നമുക്കറിയാം, BJP, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് ഇങ്ങനെ വരുന്ന ടോപ്പ് പാർട്ടി ലീഡേഴ്സ് ദേ ചൂസ് ദെയർ കാൻഡിഡേറ്റ്സ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് വൺ, പാർട്ടീസ് contest in election. Second one, parties put forward different policies and programs and the voters choose from them. They implement various policies and programs for the betterment of the people. Voters choose. Voters means ആരാണ്? 18 years and above have the right to vote. That the citizen of India. അവരാണ് voters എന്ന് പറയുന്നത്. Each of us may have different opinions and views on what policies are suitable for the society. So second point, parties put forward different policies and programs and the voters choose from them. അപ്പോൾ കൂടുതലായിട്ട് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് നമുക്കറിയാം. ഇലക്ഷൻ ടൈമൊക്കെ ആകുമ്പോൾ അവരുടെ മാനിഫെസ്റ്റോയിൽ അവർ അധികാരം കിട്ടുകയാണെങ്കിൽ അവരെന്തൊക്കെ ചെയ്യുമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബ്രീഫായിട്ട് അവർ എഴുതിയേക്കും. ഞങ്ങളെ തിരഞ്ഞെടുത്ത് അധികാരത്തിൽ കയറ്റുകയാണെങ്കിൽ ഞങ്ങൾ സൊസൈറ്റിക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യും എന്നുള്ള കുറേ കാര്യങ്ങളെല്ലാം അവരിങ്ങനെ നോട്ടീസിൽ അടിച്ചിറക്കി നമുക്ക് കിട്ടാറുണ്ട്. Each of us may have different opinions and views on what policies are suitable for the society. സൊസൈറ്റിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് എന്തൊക്കെയാണെന്നുള്ളത് the citizen of India we know. But no government can handle such a large variety of views. In a democracy, a large number of similar opinions have to be grouped together to provide direction in which policies can be formulated by the government. This is what the parties do. A party reduces a vast multitude of opinions into a few basic positions which is supporters. A government is expected to base its policies on the line taken by the ruling party. അപ്പോൾ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് പാർട്ടീസ് പുട്ട് ഫോർവേഡ് ഡിഫറെൻറ്റ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ആൻഡ് ദ വോട്ടേഴ്സ് ചൂസ് ഫ്രം ദം. Each of us may have different opinions and views on what policies are suitable for the society, but no government can handle such a large variety of views. കാരണം നമ്മുടെ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ എല്ലാവർക്കും സൊസൈറ്റിയുടെ പൊതു നന്മയ്ക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വ്യൂ അത് ആരറിഞ്ഞിരിക്കണം? അധികാരത്തിലെത്തുന്ന MPs and MLAs അറിഞ്ഞിരിക്കണം. ബട്ട് ദേ ഓൾവേസ് ignore the will and wishes of the people or society. In a democracy, a large number of similar opinions have to be grouped together to provide direction which policy can be formulated by the government. Okay, so a government is expected to base its policies on the line taken by the ruling party. Ruling party എടുക്കുന്ന തീരുമാനങ്ങൾ നല്ലതായാലും ചീത്തയായാലും ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. പക്ഷേ അത് എത്രത്തോളം വിജയിക്കുന്നു എന്നുള്ളത് അത് പിന്നീട് നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. ദെൻ തേർഡ് വൺ, പാർട്ടീസ് പ്ലേ എ ഡിസിസീവ് റോൾ ഇൻ മേക്കിംഗ് ലോസ് ഫോർ എ കൺട്രി. രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള ലോസ്, നിയമങ്ങൾ നിർമ്മിക്കുന്നത്. ദെൻ ഫോർമലി laws are debated and passed in the legislature, but since most of the members belongs to a party, they go by the direction of the party leadership irrespective of their personal opinions. So third point, parties play a decisive role in making laws for a country. രാജ്യത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കുക. It is discussed in the legislature, but now most of the members belong to a party.
they got by the direction of the party leadership irrespective of their personal opinions. പാർട്ടി ടോപ്പ് ലീഡേഴ്സിൻ്റെ ടോപ്പായിട്ട് വരുന്ന മെമ്പേഴ്സ്, അതായത് പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന നേതാക്കളുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷമാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഈ നിയമങ്ങളെല്ലാം ജനങ്ങൾക്ക് ആവശ്യമാണോ അല്ലേ എന്നുള്ളതൊന്നും ചിന്തിക്കാം. നമുക്കറിയാം കഴിഞ്ഞ വർഷം നോട്ട് നിരോധനമൊക്കെ. അപ്പോൾ അതൊക്കെ ജനങ്ങളുമായിട്ടൊന്നും ഡിസ്കസ് ചെയ്യാതെ എന്താ ടോപ്പ് ലീഡേഴ്സ് മാത്രം, പാർട്ടിയുടെ ഏറ്റവും ടോപ്പിൽ വരുന്ന ലീഡേഴ്സ് മാത്രം ഡിസ്കസ് ചെയ്ത് അവരെന്ത് ചെയ്യുന്നു, പേഴ്സണൽ ഒപ്പീനിയൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ഇത് ജനങ്ങൾക്ക് വേണമോ വേണ്ടയോ, ആവശ്യമുള്ളതാണോ ഇല്ലയോ എന്നുള്ളത് ചിന്തിക്കുന്നില്ല. ഓക്കെ, ഇതാണ് ഇവിടെ വരുന്ന തേർഡ് പോയിന്റ്. ദെൻ നെക്സ്റ്റ് വൺ, ഫോർത്ത് വൺ, പാർട്ടീസ് ഫോം ആൻഡ് റൺ ഗവൺമെൻറ്റ്സ്. വി നോ പാർട്ടീസ് ഇലക്ഷൻ കോണ്ടസ്റ്റ് ചെയ്യുന്ന ഭൂരിപക്ഷം കിട്ടുന്ന നേതാവിന് എന്ത് ചെയ്യുന്നു, പാർട്ടി ഗവൺമെൻറ് ഫോം ചെയ്യുന്നതിന് വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് പ്രസിഡന്റ് ക്ഷണിക്കുന്നു, സ്റ്റേറ്റ് ഗവൺമെൻറ് വരുമ്പോൾ ഗവർണർ ക്ഷണിക്കുന്നു. Parties form and run government. As we noted last year, the big policy decisions are taken by the political executive and they comes from the political parties. Parties recruit leaders, train them and then make them ministers to run the government in the way they want. So fourth point, parties form and run government. എങ്ങനെയാണ്, the big political policy decisions are taken by a political executive that come from the political parties. പാർട്ടീസ് റിക്രൂട്ട് ലീഡേഴ്സിനെയൊക്കെ റിക്രൂട്ട് ചെയ്യുന്നു, ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളത്. അതായത് പാർട്ടിക്ക് വേണ്ടി നമ്മൾ നേരത്തെ കണ്ടു 3 കമ്പോണൻസ്, ആക്റ്റീവ് മെമ്പേഴ്സ്, ലീഡേഴ്സ് ആൻഡ് ഓൾസോ പിന്നെ ഒന്നുകൂടെ ഉള്ളത് ദെൻ ലീഡേഴ്സ്, ആക്റ്റീവ് മെമ്പേഴ്സ് ആൻഡ് ഫോളോവേഴ്സ്. അപ്പോൾ ഇതിൽ വരുന്ന ഏറ്റവും പാർട്ടിക്ക് വേണ്ടി, പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ അവർ എന്തും ചെയ്യാൻ തയ്യാറുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു, അവർക്ക് കാൻഡിഡേറ്റ് ആകാനും അങ്ങനെ ലീഡേഴ്സായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. ദെൻ മേക്ക് ദം മിനിസ്റ്റേഴ്സ് ടു റൺ ദ ഗവൺമെൻറ് ഇൻ ദ വേ ദേ വാണ്ട്. ദെൻ ഇതിന് നമുക്ക് 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ 5 പോയിന്റ് എഴുതിയാൽ മതി. നിങ്ങൾ 7 പോയിന്റും ഇവിടെ എഴുതണ്ട. ഏതെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിട്ട് വരുന്ന 5 പോയിന്റ് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, ദെൻ നമുക്ക് പഠിക്കുമ്പോൾ 7 പോയിന്റ് നമുക്ക് പഠിക്കാം. കാരണം നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ളതെന്ന് നിങ്ങൾ ചിന്തിച്ച് എഴുതിയാൽ മതി. Those parties that lost in the elections play the role of opposition to the parties in power by voicing different views and criticizing government for its failures or wrong policies. അപ്പോൾ 5th പോയിന്റ് എന്ന് പറയുന്നത് റോൾ ഓഫ് ഒപ്പോസിഷൻ. അപ്പം അതായത് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്ന പാർട്ടി, അല്ലെങ്കിൽ മോർ ദാൻ ഹാഫ് സീറ്റ് കിട്ടുന്ന പാർട്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഗവൺമെൻറ് ഫോം ചെയ്യുന്നത്. അതിൽ കുറച്ച് കിട്ടുന്ന പാർട്ടി ലീഡേഴ്സ് എന്തായിത്തീരുന്നു, റോൾ ഓഫ് ഒപ്പോസിഷൻ പ്രതിപക്ഷം, നമുക്കറിയാം പ്രതിപക്ഷ നേതാവ് അങ്ങനെയാകുന്നു. അവരെന്താ ചെയ്യുന്നത്, ദേ പാർട്ടീസ് ഇൻ പവർ ബൈ വോയിസിങ് ഡിഫറെൻറ്റ് വ്യൂസ് ആൻഡ് ക്രിറ്റിസൈസിങ് ഗവൺമെൻറ് ഫോർ ഇറ്റ്സ് ഫെയിലുവേഴ്സ് ഓർ റോങ് പോളിസീസ്. അപ്പോൾ ഈ റൂളിംഗ് പാർട്ടിയുടെ അവരുടെ ഫെയിലുവേഴ്സും അല്ലെങ്കിൽ അവരെ ക്രിട്ടിസൈസ് ചെയ്യാനോ, അവർ എന്തെങ്കിലും പോളിസീസ് പ്രോഗ്രാംസ് കൊണ്ടുവരാനോ അതിനെ ക്രിട്ടിസൈസ് ചെയ്ത് അതിനെ എതിർക്കുക എന്നുള്ളതാണ് ഒപ്പോസിഷൻ പാർട്ടിയുടെ ഓൺ ആൻ ഇമ്പോർട്ടൻറ്റ് എയിം. ഒപ്പോസിഷൻ പാർട്ടി ഓൾസോ മൊബിലൈസ് ഒപ്പോസിഷൻ ടു ദ ഗവൺമെൻറ്. ഓക്കെ, ദെൻ 5th one, റോൾ ഓഫ് ഒപ്പോസിഷൻ. ദെൻ 6th one, parties shape public opinion. They raise and highlight issues. Parties have lakhs of members and activists spread all over the country. So shape public opinion. പൊതുജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ. They raise and highlight issues. നമുക്കറിയാം എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ കേരളത്തിലായാലും ഏത് സ്റ്റേറ്റിലായാലും അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഏതെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, അത് ഹൈലൈറ്റ് ചെയ്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടവരെന്ത് ചെയ്യും, പ്രവർത്തിക്കും. Parties have lakhs of members and activists spread all over the country. Active members നമ്മൾ നേരത്തെ കണ്ടു. Active members, many of the pressure groups are the extensions of political parties among different sections of society. Parties sometimes also launch movements for the resolution of problems faced by people. Often opinions in the society crystallize on the lines parties take. അതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ് മൂവ്മെൻറ്റ് ഫോർ ദ റെസൊല്യൂഷൻ ഓഫ് പ്രോബ്ലംസ് ഫേസ്ഡ് വിത്ത് ദ പീപ്പിൾ. ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി സംടൈംസ് ദ പാർട്ടീസ് ഓൾസോ കം ഇൻ ഫ്രണ്ട്. ഓക്കെ, പാർട്ടീസ് ഷേപ്പ് പബ്ലിക് ഒപ്പീനിയൻ. ലാസ്റ്റ് പോയിന്റ്,
Parties provide people access to government machinery and welfare schemes implemented by the governments. For an ordinary citizen, it is easy to approach a local party leader than a government officer. അപ്പോൾ പാർട്ടിയിലെ ഏറ്റവും താഴെ ഉള്ള ലീഡറിനെ നമുക്ക് എന്ത് ചെയ്യാം, ചെന്ന് കണ്ട് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയൊക്കെ കാണാനായിട്ട് പറ്റും. നമുക്ക് ഏറ്റവും തലപ്പത്തുള്ള വ്യക്തിയെ കാണുന്നതിനേക്കാൾ ഈസി ആയിട്ട് ഏറ്റവും താഴേക്കിടയിലുള്ള മെമ്പേഴ്സിനെ, ആക്റ്റീവ് മെമ്പേഴ്സിനെ, ഫോളോവേഴ്സിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി. ദാറ്റ് ഈസ് വൈ ദേ ഫീൽ ക്ലോസ് ടു പാർട്ടീസ് ഈവൻ വെൻ ദേ ഡു നോട്ട് fully trust them. Parties have to be responsive to people's needs and demands. Otherwise, people can reject those parties in the next election. അപ്പോൾ എന്തുകൊണ്ടാണ് ആക്റ്റീവ് മെമ്പേഴ്സ് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ഇടയിൽ ഇത്രയും സ്വാധീനം ഉണ്ടാകുന്നത്? അടുത്ത ഇലക്ഷൻ വരുമ്പോൾ ഇവർക്ക് ഈ സാധാരണ കോമൺ ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഇവരെന്ത് ചെയ്യും? അടുത്ത ഇലക്ഷൻ വരുമ്പോൾ ഈ പാർട്ടിയെ ഇവർ തഴയും. ഓക്കെ, അത് കാരണം എന്ത് ചെയ്യും? സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുവാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും ആക്റ്റീവായിട്ടുള്ള മെമ്പേഴ്സ് പാർട്ടിയിലുണ്ടായിരിക്കണം. ഓക്കെ, നമുക്ക് പോയിന്റ് ഒന്നുകൂടെ നോക്കാം. ഫസ്റ്റ് നമ്മൾ പഠിച്ചതാണ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്. എ പൊളിറ്റിക്കൽ പാർട്ടീസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു കം ടുഗദർ ടു കോണ്ടസ്റ്റ് ഇലക്ഷൻ ആൻഡ് ഹോൾഡ് പവർ ഇൻ ദ ഗവൺമെന്റ്. ദെൻ ത്രീ കമ്പോണൻസ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഏതൊക്കെയാണ്? ദ ലീഡേഴ്സ്, ദ ആക്റ്റീവ് മെമ്പേഴ്സ് ആൻഡ് ഫോളോവേഴ്സ്. Then 5 മാർക്കിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ, what are the functions of political parties? First one, parties contest election. Second one, parties put forward different policies and programs and the voters choose from them. Third one, then parties play a decisive role in making laws for a country. Then fourth one, parties form and run government. നിങ്ങൾ ബാക്കി സെൻറ്റൻസ് എഴുതിക്കൊള്ളണം, ടീച്ചർ ഇത് പറഞ്ഞതേ ഉള്ളൂ, മെയിൻ പോയിന്റ് മാത്രം. Fifth one, those parties that lose in the elections play the role of opposition to the parties in power by voicing different views and criticizing government for its failures or wrong policies. Then sixth one, parties shape public opinion. Last one, parties provide people access to government machinery and welfare of the welfare schemes implemented by the government. ഈ 7 പോയിന്റിൽ 5 പോയിന്റ് 5 പോയിന്റ്സ് 5 മാർക്കിന് നിങ്ങൾ 5 പോയിന്റ്സ് എഴുതിയാൽ മതി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 പോയിന്റ്സ് നിങ്ങൾ, അതായത് നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നുന്ന 5 പോയിന്റ്സ് എഴുതിയാൽ മതി. ഇത് കറക്റ്റും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, അവിടെ നന്നായിട്ട് പഠിക്കുക. ബാക്കി വരുന്നതെല്ലാം നെസസിറ്റീസും ബാക്കി വരുന്നതെല്ലാം നെസസിറ്റീസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതെല്ലാം ഇനി അടുത്ത് ഉടൻ തന്നെ വീഡിയോ ഇടാം. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിക്കുക. ഓക്കെ, താങ്ക് യു.